ചാലക്കുടിയിലെ വ്യാജലഹരി കേസിൽ പ്രതി എം.എൻ. നാരായണദാസിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സർക്കാരിന്റെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. നാരായണദാസിനെ കസ്റ്റഡിയിൽ വിടേണ്ടെന്ന തൃശൂർ സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. നീലിമ, ചാലക്കുടിയിലെ വിവാദമായ വ്യാജലഹരി കേസിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടത്തിയതിൽ പ്രതി എം.എൻ. നാരായണദാസിനെ നിലവിൽ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തൃശൂർ സെഷൻസ് കോടതി ഈ നാരായണദാസിനെ കസ്റ്റഡിയിൽ വിടണമെന്നുള്ളൊരു അപേക്ഷ തള്ളിയിരുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാരായണദാസിനെ ഹാജരാക്കാനായിട്ടുള്ള പ്രൊഡക്ഷൻ വാറന്റ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്യും. രണ്ടാം പ്രതി ലിവിയ ജോസിനൊപ്പം ഒരുമിച്ച് ഈ നാരായണദാസിനെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ തൃശൂർ സെഷൻസ് കോടതി കസ്റ്റഡി അപേക്ഷ തള്ളാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറഞ്ഞത് കേസിൽ CRPC ആണ് ബാധകമാകുന്നത്. അത് പ്രകാരം പോലീസിന്റെ കസ്റ്റഡിയിൽ വിടാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു കസ്റ്റഡി അപേക്ഷ തള്ളിയത്. പക്ഷേ നിലവിൽ സർക്കാർ നൽകിയ അപ്പീലിലെ പ്രധാനപ്പെട്ട വാദം BNSS ആണ് ബാധകമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കസ്റ്റഡി അനിവാര്യമാണെന്നായിരുന്നു അപ്പീലിൽ സർക്കാർ ഉന്നയിച്ച വാദം. അതുകൂടി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ നാരായണദാസിനെ വിടാനായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നത്.